Hello dear children, last day we discussed about the Muhavara, so today we are going to check the other things. So today we are going through the lesson based Muhavara. Okay, so पहला प्राण सूखना का अर्थ होता है डर लगना. So in Malayalam we are using that പേടിച്ചു വിറയ്ക്കുക അല്ലാണ്ട് പേടിക്കുക. Okay, anyway आतंकवादियों को देखकर गांव वालों के प्राण सूख गए. So आतंकवादियों को देखकर गांव वालों के प्राण सूखे വില്ലേജിലുള്ള ആളുകൾ പേടിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലാണ് പ്രാൺ സൂഖ്ന का प्रयोग करते हैं. ओके, हंसी खेल होना. एक्चुअली हंसी खेल होना मतलब മലയാളം വി ആർ ടെല്ലിംഗ് ദാറ്റ് കുട്ടിക്കളിയല്ല. ഓക്കെ, छोटी मोटी बात ചെറിയൊരു കാര്യമല്ല എന്നൊരു അർത്ഥത്തിൽ വി ആർ യൂസിങ്. ഓക്കെ, ജംഗൽ में अकेला जाना कोई हंसी खेल नहीं होता है. ഓക്കെ, കാട്ടിലൊക്കെ പോകുന്നത് ഒരു ചെറിയ കുട്ടിക്കളിയല്ല എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, ആംഖേം ഫോഡന ഇവിടെ ധ്യാൻ സെ പഠന. നമ്മൾ സാധാരണ ഇതിനെ കഠിനമായി പഠിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക. ഓക്കെ, കണ്ണ് തുറന്നിരുന്ന് പഠിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. സോ इसका अर्थ होता है आंखें फोड़ना, बड़े ध्यान से पढ़ना. कक्षा में प्रथम आने के लिए निखिल आंखें फोड़कर पढ़ाई करता है. ओके, बहुत अच्छी तरह कोशिश करते पढ़ते हैं और बहुत ध्यान से पढ़ते हैं. ओके, घाटी कमाई. सो घाटी कमाई का अर्थ होता है बड़ी मेहनत की कमाई. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, വിയർപ്പിന്റെ വില എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട്. तुम तो अपनी घाटी कमाई जुए में उड़ा रहे हो. सो तुम तो अपनी घाटी कमाई को जुए में उड़ा रहे हो. സോ അത് നഷ്ടപ്പെടുത്തുന്നു, അതൊരു അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ജിഗർ കെ ടുക്കടെ ടുക്കടെ ഹോന. സോ ജിഗർ കെ ടുക്കടെ ടുക്കടെ ഹോന മത്ലബ് നമ്മൾ മലയാളത്തിൽ സാധാരണഗതിയിൽ കരൾ അലിയിക്കുന്ന തരത്തിലുള്ള കാര്യം എന്ന് പറയാറുണ്ട്. കടുത്ത മാനസികമായിട്ട് വേദന അനുഭവിക്കുക, ദുഃഖം നേരിടുക എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ദിൽ പർ ഭാരി ആകാതെ ലഗ്ന, മനസ്സിൽ വല്ലാതെ വേദന അനുഭവപ്പെടുക. ഓക്കെ, बेटे की मृत्यु की खबर सुनकर माता-पिता के जिगर टुकड़े टुकड़े हो गए. ओके, माता-पिता വളരെയധികം വേദനിച്ചു. ഓക്കെ, हिम्मत टूटना. सो हिम्मत टूटने का अर्थ होता है साहस समाप्त होना. നമ്മൾ മലയാളത്തിൽ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ധൈര്യം ചോർന്നു പോയി അല്ലെങ്കിൽ നിരാശനായി മടങ്ങുക എന്നൊക്കെ പറയാം. എൻ്റെ ധൈര്യം ചോർന്നു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പരീക്ഷ में असफल होने पर पिता की हिम्मत टूट गई. ഓക്കെ, പിതാവ് വളരെ നിരാശനായി എന്നുള്ളത് അർത്ഥം. ഓക്കെ, ജാൻ തോട് മെഹനത്ത് കർണ. സോ ഖൂബ് പരിശ്രമം കർണ, എല്ലുമുറിയെ പണിയെടുക്കുക എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഖൂബ് പരിശ്രമം കർണ. मैच जीतने के लिए सभी खिलाड़ियों ने जान तोड़कर मेहनत की. परीक्षा में अच्छे अंक प्राप्त करने के लिए और सफलता प्राप्त करने के लिए और पहले रैंक मिलने के लिए जान तोड़कर मेहनत की. ഓക്കെ, അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. ദബേ പാവ് ആന. ദബേ പാവ് ആന, പമ്മി പമ്മി വരിക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ചോരി ചോരി ആന, അത് ശബ്ദം ഉണ്ടാക്കാതെ വരിക. ചോറിനെ ദബേ പാവ് ആക്കർ ഘർ കാ സാരാ സാമാൻ സാഫ് കർ ദിയ. ഓക്കെ, ദബേ പാവ് ആക്കർ, പമ്മി പമ്മി ഒന്ന് ശബ്ദമില്ലാതെ ഒന്ന് എന്നുള്ള അർത്ഥം. ഗുഡ്കിയാ ഗാന. ഓക്കെ, ഗുഡ്കിയാ ഗാന ഡാൻ ടപ്പഡ് സഹന. ഓക്കെ, ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ബഡേ ഭായ് സാബ്, ബഡേ സാബ് की गुड़कियां गाकर अचानक छोटे भाई ने मुंह खोल दिया. ഓക്കെ, എന്താ ചീത്ത വിളിക്കുക, വഴക്ക് പറയുക എന്നുള്ളൊരു അർത്ഥം. ढान टपड़ सहना. ओके, आड़े हाथों लेना, कठोरतापूर्ण व्यवहार करना. ओके, आड़े हाथों लेना, बहुत कठोरतापूर्वक നല്ല എന്താ പറയാ, കഠിനമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ കണ്ണു ചോരയില്ലാതെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലുള്ള ഒരു വേർഡാണ് കഠോരതാപൂർവ്വ വ്യവഹാർ കർണ. ഗലത്തി കർക്കെ പക്കട്ട് ജാനെ पर മാതാപിതാ ने पुत्र को आड़े हाथों लिया. അതായത് കണ്ണു ചോരയില്ലാതെ പെരുമാറി, വളരെ കഠിനമായിട്ട് അതിനെ വിമർശിച്ചു എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, ഘാവ് पर നമക്ക് ചിടക്കിന, ദുഃഖി को और दुखी करना. ओके, घाव पर नमक छिड़कने का अर्थ होता है दुखी को और दुखी करना. इതേപോലെ തന്നെ same type of another words also we studied and we will come that time I will tell you. घाव पर नमक छिड़कना, दुखी को और दुखी करना, അതായത് വേദനിപ്പിക്കുക, ഒന്നുകൂടി കൂടുന്ന മുറിവിൽ കുത്തി വേദനിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. एक तो वह पहले ही दुखी है तुम तो चिढ़ाकर उसको घाव पर नमक क्यों छिड़क रहे हो. ദുഃഖിയായി നിൽക്കുന്ന അവനെ വീണ്ടും നീ എന്തിനാണ്
വേദനിപ്പിക്കുന്നത്. ഓക്കെ, തൽവാർ ഖീഞ്ചന, അവിടെ ബഡേ ഭായ് സാബ് കെ ബാഡ് में भी हमने पढ़ा തൽവാർ खींच ली, അതായത് ലഡായി के लिए तैयार की, അടി കൂടാനായിട്ട് തയ്യാറാവുക, വഴക്കിന് തയ്യാറാവുക എന്നുള്ളൊരു അർത്ഥം. छोटे भाई को गुंडों से पिटते देखकर बड़े भाई ने तलवार खींच ली, बड़े भाई साहब അത് അവനെ തല്ലാൻ വേണ്ടി ഓടി, അല്ലെങ്കിൽ അവനെ എതിരെ തിരിഞ്ഞു. ओके, अंधे के हाथ बटेर लगाना, अंधे के हाथ बटेर लगाना, सो यह भी इसी प्रकार के एक अर्थ है, जो अयोग्य അയോഗ്യക്ക് कोई महत्वपूर्ण वस्तु मिलना, കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, അതേ ഉപയോഗം തന്നെയാണ്. അയോഗ്യക്കോ कोई महत्वपूर्ण वस्तु मिलना. ओके, अनपढ़ शाम की सरकारी नौकरी ले गई, ऐसा लगता है जैसे अंधे के हाथ बटेर ले गई. ओके, അപ്പം കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി, അതായത് ഒരു ഉപയോഗം ഇല്ലാത്ത ഒരാളുടെ, അതായത് പിന്നെ ഇതില്ലാത്ത, എന്താ യോഗ്യത ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ പിന്നെ ഒരു വസ്തു കിട്ടുക എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, ചല്ലു ഭർ പാനി ദേന, ചല്ലു ഭർ പാനി ദേന വാല, കഠിൻ സമയമേ സാത്ത് ദേന വാല, അതായത് നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആൾ എന്നുള്ള അർത്ഥം. അഗർ തും കിസി കി മദദ് നഹീ കരോഗെ തോ തുമേം भी कोई बाद में चल्लू पर पानी देने वाला नहीं मिलेगा. അപ്പം നീ ഒരാളെ സഹായിച്ചില്ലെങ്കിൽ നിന്റെ ദുഃഖത്തിൽ നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അന്തം പസീന ആന, ബഹുത് അധികം പരേഷാനി ഉടാന, വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. शादी वाले घर में इतने काम होते हैं जिन्हें निपटने टिपटते दांतों पसीने आ जाते हैं. നമുക്കറിയാം, പിന്നെ जब हम शादी के घर में जाते हैं तो इस प्रकार है, वह बहुत दांतों पसीना आ जाते हैं, दैट मीन्स दे आर, उन लोगों को बहुत परेशानी उठाना पड़ता है. लोहे के चने चबाना, പിന്നെ बहुत കഠിനായി ഉടാന, അപ്പം ഇവിടെ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ കഷ്ടപ്പാടുള്ള ഒരു പണി. ലോഹയ്ക്ക് ചന ചബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂയിങ് ദാറ്റ് മച്ച് ഹാർഡ് വർക്ക്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുക. ഓക്കെ, बहुत കഠിനായി ഉടാന. कक्षा में प्रथम आने के लिए करण को पीछे करना लोहे के चने चबाने जैसा है. ओके, പിന്നെ 2020 वर्ल्ड कप में भारत को हराना लोहे के चने चबाने जैसे काम है. അതേപോലെ we can make it any type of sentences like that. चक्कर खाना. ओके, चक्कर खाना मीन्स क्या कहा, भ्रम में पड़ना, അതായത് to make it confuse, പിന്നെ എന്താ ആശയക്കുഴപ്പത്തിലാകുക എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, രവി ചേതൻക്ക് ഏക ജൈസി ശക്കൽ ദേക്കർ ലോക് ചക്കർ ഖാഗെ, രണ്ടുപേരും ഒരേപോലെയുള്ള ഒരു രൂപം കണ്ടിട്ട് ചക്കർ ഖാഗെ, ദേ വിൽ ബി കൺഫ്യൂസ്. അപ്പോൾ ചക്കർ ഖാന എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാവുക, ടു ബിക്കം ഡൗട്ട്ഫുൾ, ഒരു കൺഫ്യൂസ് ആവുക. ഓക്കെ, ദെൻ आटे दाल का भाव मालूम होना, आटे दाल का भाव मालूम होना, इसका अर्थ होता है क्या है, हमारा कठिनाइयों को, ओके, कठिनाई का अनुभव होना, बुद्धिमुट മനസ്സിലാക്കുക. दोस्तों के पैसे पर ऐसा करने वालों को जब स्वयं कमाना पड़ता है तब उन्हें आटे दाल का भाव मालूम होता है. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെലവിടുമ്പോഴാണ് അവർക്ക് പൈസയുടെ മൂല്യം മനസ്സിലാവുകയുള്ളൂ. ജമീൻ पर पाव न रखना, പിന്നെ മലയാളത്തിൽ നമുക്ക് പറയാം ബഹുത് ഖുഷ് ഹോന, മലയാളത്തിലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ഓക്കെ, बेटे को सफल देखकर उसके माता पिता जमीन पर पाव न रख सके. ओके, माता पिता बहुत खुश हो गए. हाथ पाव फूल जाना, सो परेशानी देखकर घबरा जाना, എന്നാ പേടിച്ചു വിറയ്ക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലേ, പേടിച്ചു വിറയ്ക്കുക, പരിഭ്രമിക്കുക. മലയാളം we are telling that. ओके, मनोज को नौकरी से निकाल जाने की खबर सुनकर उसकी पत्नी को हाथ पाव फूल गए. ओके, रास्ते में एक हाथी को देखकर मेरे हाथ पाव फूल गए, പെട്ടെന്ന് കണ്ടിട്ട് പേടിച്ചു പോയി എന്നുള്ളൊരു അർത്ഥം. അപ്പം പിന്നെ ഫ്രം ബഡേ ഭായ് സാഹബ് പാട്ട് से the important मुहावरे we are taken. ओके, नेक्स्ट डायरी का पन्ना पाठ से. ओके, रंग दिखाना, രംഗ് ദിഖാന का अर्थ होता है യഥാർത്ഥ അനുഭവം, എന്താ യഥാർത്ഥ സ്വഭാവം കാണിക്കുക, തനി സ്വഭാവം കാണിക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. കഠിനായ के समय न करके മദദ് ന കർക്കെ ദേവനെ അപ്ന രംഗ് ദിഖായ, സഹായിക്കാതെ അവനവന്റെ തനി സ്വഭാവം കാണിച്ചു, തനി നിറം കാണിച്ചു എന്നുള്ള ഒരർത്ഥം. ഡണ്ടാ പഠന മത്ലബ് ഡീല പഠന, എന്താ ഒരു തണുപ്പൻ സ്വഭാവത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്താ ഉത്സാഹം കുറയുക. ഓക്കെ, തണുത്ത മട്ട് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഷാദിക്ക് തയ്യാരിയാം അഭി പൂരി ഭി നഹീ ഹുയി പതാ നഹീ ഘർ വാലെ ഇത്തന ठंडे क्यों पड़ गए हैं. सो परीक्षा के समय बच्चे
परीक्षा होने के बाद और परीक्षा की तैयारियां करते समय भी कुछ बच्चे इसी प्रकार डंडे पढ़कर और बहुत डंडा पढ़कर रह जाते हैं. ഓക്കെ, പരീക്ഷയുടെ സമയത്താണെങ്കിൽ പോലും അവർ ഒരു തണുത്ത സ്വഭാവത്തിലാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ എടുക്കുന്നു. ഓക്കെ, ടൂട്ട് ജാന, ടൂട്ട് ജാന മത്ലബ് ബിഖർ ജാന, എന്താണ് ചിന്നിച്ചിതറുക. ഓക്കെ, ബഡേ ഭായ് സാഹിബ് കി ഖബർ സുൻകർ പൂരാ പരിവാർ ബിഖർ ഗയ, ദേ ബിക്കം, എന്താ പറയാ, മാനസികമായിട്ട് തകർന്നു എന്നുള്ളൊരു അർത്ഥത്തില്. ഓക്കെ, നെക്സ്റ്റ് ലെസൺ തതാര വമീറോ. सो सुध बुध होना. सो वहां हमने पढ़ा है सुध बुध होकर बैठ गया, അല്ലേ? എന്താ ബോധം മാറുക, സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുക, കൺട്രോൾ പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഉസ് ആകർഷക യുവതി കോ ദേഖ് ചേതൻ अपनी सुध बुध को बैठा. ഓക്കെ, താജ്മഹൽ കോ ദേഖ് उसकी सुध बुध खो गया. ഓക്കെ, അത് നിയന്ത്രണം വിട്ടുപോയി അല്ലെങ്കിൽ സ്വയം ബോധം മറഞ്ഞു അല്ലെങ്കിൽ സ്വന്തം മറന്നുപോയി എന്നുള്ളൊരു അർത്ഥത്തില്. ബാട്ട് ജോഹന, ബാട്ട് ജോഹന का अर्थ होता है കാത്തിരിക്കുക, प्रतीक्षा करना. सो वेट फॉर somebody. राम कब से मादा के साथ बाजार जाने की बाट जोग रहा है. അപ്പൊ അവൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഖുഷി കാ ഠിക്കാന ന രഹന, ഓൾറെഡി ടോക്ക് അബൌട്ട് ദാറ്റ്, എന്താ ബഹുത് അധികം ഖുഷി ഹോന. ഓക്കെ, അതിരില്ലാതിരിക്കുക, പിന്നെ അതിയായ സന്തോഷം വരിക എന്നുള്ള ഒരു അർത്ഥം. ലഡ്കി കി റിഷ്ത, लड़की का रिश्ता तय होने पर परिवार का खुशी का ठिकाना न रह गया. ओके, परीक्षा में बहुत अच्छे अंक मिलने के कारण राहुल की खुशी का ठिकाना न रहा. ओके, आग बबूला होना मतलब बहुत गुस्सा होना, बिकम वेरी एंग्री. कक्षा में फेल होने की बात सुनकर पिता आग बबूला हो गए. ओके, വളരെയധികം ദേഷ്യപ്പെട്ടു. രാഹിന സൂചന. ഓക്കെ, രാഹിന സൂചന ഉപായ് ന മിൽന, അതായത് നമ്മൾ എന്താ ഒരു 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 ഐഡിയ ഇല്ലാതിരിക്കുക, ഒരു പോം വഴി കിട്ടാതിരിക്കുക. പിന്നെ ആതങ്കവാദിയോं को पकड़ जाने पर यात्रियों को बचने की कोई राह न सूची. ഓക്കെ, അവർക്ക് മറ്റൊരു വഴി ഇല്ലാതായി, മറ്റൊരു ഐഡിയ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു പിന്നെ ഐഡിയ കിട്ടാതെയായി എന്നുള്ളൊരർത്ഥം. ഓക്കെ, ആതങ്കവാദിയോं को पकड़ जाने पर यात्रियों को बचने की कोई राह न सूची. सुराग न मिलना, सुराग न मिलना പത ന മിൽന എന്ന് പറഞ്ഞാൽ ഒരു സൂചന ലഭിക്കുക, അവരെ കുറിച്ച് നമ്മൾ ആ പൊടി പോലും ഇല്ല എന്നൊക്കെ പറയാറില്ല, സെയിം കണ്ടീഷൻ. ഓക്കെ, ചോർ ഘർ में चोरी करके चला गया परंतु पुलिस को कोई सुराग न मिला. പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല, അവരെ കുറിച്ചുള്ള ഒരു ഐഡിയയും കിട്ടിയില്ല. ഓക്കെ, നെക്സ്റ്റ് ലെസൺ तीसरी कसम के शिल्पकार. सो इसमें हमने देखा चक्कर खाना, चक्कर खाना ऑलरेडी वी डिस्कस्ड. घबरा जाना. ഓക്കെ, പിന്നെ എന്താ പെട്ടെന്ന് പരിഭ്രമിച്ചു പോവുക, അമ്പരന്ന് പോകുക എന്നുള്ളൊക്കെ അർത്ഥം. പരീക്ഷ में प्रश्न पत्र देखकर मैं तो ചക്കര ഗയ, ചക്കർ ആ ഗയ. ഓക്കെ, മുസ്കോ ചക്കർ ആ ഗയ, ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. സാത്വം ആസ്മാൻ പർ ഹോന. സോ ഊഞ്ചായി പർ ഹോന, സാത്വം എന്താ പറയാ, വളരെ ഉയരത്തിലെത്തുക, ഒരു കാര്യം വളരെ ഏറ്റവും ടോപ്പ് രീതിയിലെത്തുക എന്നുള്ള അർത്ഥം. ഈ എന്താ പിന്നെ സാധനങ്ങളുടെ ഒക്കെ വില കൂടുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറയാം പിന്നെ സാത്വം ആസ്മാൻ പർ ഹോ ഗയാ ഹെ. ആജ്കൽ കി മഹംഗായി തോ സാത്വം ആസ്മാൻ പർ പഹുഞ്ച് ഗയി ഹെ, വിലക്കയറ്റം ഏറ്റവും ടോപ്പ് രീതിയിലാണ്. ഓക്കെ, പിന്നെ ആജ്കൽ സോനെ കി ദാം, ഓക്കെ, സോനെ കി ദാം ആസ്മാൻ പർ പഹുഞ്ച് ഗയി ഹെ, സാത്വം ആസ്മാൻ പർ പഹുഞ്ച് ഗയി ഹെ, വളരെ മുകളിലെത്തിയിരിക്കുന്നു. ഓക്കെ, തരാജു പർ തോൽന, എന്താ ഉചിത് അനുചിത് ക നിർണയം ലേന, ശരിയും തെറ്റും തിരിച്ചറിയുക എന്നുള്ള ഗുണദോഷങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുക എന്നുള്ളൊരർത്ഥം. മൂസെ കുറിച്ച് ബോൽനെ സെ പഹലെ ഉസ്കോ തരാജു പർ തോൽ ലേന ചാഹിയെ, എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്, ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ള അർത്ഥം. ഓക്കെ, ഹാവി ഹോന, ഹാവി ഹോനെ കാ അർത്ഥം ഹോത്താ ഹെ എന്താ അധിക പ്രഭാവി ഹോന, അതിന് എന്താ ഒരു ആധിപത്യം വരിക, പിന്നെ അധികം പ്രഭാവം ചെലുത്തുക. ഓക്കെ, आजकल तो अमीर लोग गरीबों पर हावी होने की कोशिश करते हैं. ओके, गरीब लोगों पर हावी होने के लिए അല്ലെങ്കിൽ प्रभाव लेने के लिए कोशिश करते हैं. अब हावी होने का अर्थ होता है അധിക പ്രഭാവി ഹോന, മതലബ് എന്താ മലയാളത്തിൽ നമ്മൾ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത്, അവരുടെ മുകളിൽ ഒരു നമ്മുടെ ഒരു എന്താ കൈക്കരുത്ത് കാണിക്കുക എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, അപ്പോൾ कहा दूसरे के दुखी होने वाले पार्ट से हमने देखा दीवार खड़ी करना. ओके, दीवार खड़ी करने का अर्थ होता है क्या, बंटवारा कर लेना. सो
यहाँ हम देखिए घर में लड़ाई होने के कारण दोनों परिवारों में दीवार खड़ी हो गई. സോ दोनों परिवारों के बीच में പിന്നെ ദീവാർ ഖടി അതായത് നമ്മൾ പറയാം അടിപിടി ഉണ്ടാവുക, പിന്നെ വേർപിരിയുക, തെറ്റിപ്പിരിയുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ദീവാർ ഖഡേ ഹോ ഗയേ, സോ ദാറ്റ് അർത്ഥം. ഓക്കെ. ബേഘർ കർണ സോ ആശ്രയി ചീൻ ലേന. ഓക്കെ, അഭയമില്ലാതാക്കുക, വീട്ടിൽ നിന്ന് പുറത്താക്കുക. ओके. चेन्नई में आई बाढ़ ने न जाने कितने लोगों को बेघर कर दिया. പിന്നെ सो यहाँ भी हमने देखा इसी प्रकार हमारे चूरनमला में आई बाढ़ ने और आपदा ने न जाने कितने लोगों को बेघर कर दिया. ओके. डेरा डेरा डालना स्थायी रूप से रहना. പിന്നെ मतलब നമ്മളെന്താ നമ്മുടെ ഒരു തൽക്കാലമായിട്ട് താമസിക്കുക. ओके. जब से यहाँ दंगे हुए हैं तब से सेना ने यहाँ डेरा डाल दिया है. അവിടെ എന്താ ഒരു ടെമ്പററി ആയിട്ട് താമസിക്കുക എന്നുള്ളൊരർത്ഥം. ഓക്കെ. जब से यहाँ दंगे हुए हैं तब से सेना ने यहाँ डेरा डाल दिया. एक സ്ഥായി रूप से रहना, അവരുടെ താവളം ഉറപ്പിക്കുക എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ. पतझड़ में टूटी पत्तियां. यहाँ പിന്നെ हवा में उड़ना, ऊपरी बातें करना. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാറുണ്ട്, എസ് പി എന്നൊക്കെ മലയാളം നമ്മൾ ഷോർട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. മീൻസ് പുകഴ്ത്തി പറയുക, പൊങ്ങച്ചം പറയുക. ഓക്കെ. ജബ്സെ വികാസ് കി നൗകരി ലഗി ഹവാമേം ഉടനെ വളരെ ആഡംബരത്തോടു കൂടി ജീവിക്കാൻ, ഹാഷ്പൂഷായിട്ട് ജീവിക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം. പിന്നെ സന്നാട്ട സുനായി ദേന മീൻസ് ദർ ഇസ് എന്താ വെരി സൈലന്റ്, അത്യധിക ശാന്ത് ഹോന. പിന്നെ खामोशी. ओके. रात में राम के घर में सन्नाटा है, लगता है कि घर में कोई नहीं है. सो सन्नाटा सुनाई देना मतलब बहुत शांति रूप, मतलब फुल साइलेंट ആയിട്ട് ഉള്ള സ്ഥലം. ഓക്കെ. तंग आना, कारतूस पाठ से देखा है, तंग आना. सो यहाँ हम देखिए परेशान होना, എന്താ പറയാ, നമ്മൾ ബുദ്ധിമുട്ടുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മടുത്തുക, ടയേർഡ് ആകുക എന്നുള്ള അർത്ഥം. കക്ഷാമേ ശരാരത്തി ബച്ചോസെ അധ്യാപക തങ്ക് ആകെ, വളരെ പെട്ടുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ. कामयाब होना मीन्स सफल होना, अपने कठोर परिश्रम के कारण ही वो आज डॉक्टर बन पाया है. सो यहाँ डॉक्टर की और डॉक्टर के रूप में कामयाब हो गया है. ओके. अपने कठोर परिश्रम के कारण ही वो आज डॉक्टर की कामयाब हो गया है. बिकम डॉक्टर അതായത് സഫൽ ഹോന. ആംഖോ മേ ധൂൾ ഝോങ്കന, ധോക്ക ദേന, നമ്മൾ കണ്ണ് പൊടിയിടുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. പുലീസ് കെ ആംഖോ മേ ധൂൾ ഝോങ്കർ ചോറ് ഭാഗ് ഗയ. ഓക്കെ. കാം തമാം കർണ मतलब മാർ ഡാൽന, കൊല്ലുക, വധിക്കുക. സേനാനിയോനെ ആതങ്കിയോ കാ കാം തമാം കർ ദിയ, അവരെ എന്താ കൊന്നുകളഞ്ഞു, അവരെ വകവരുത്തി എന്നുള്ള അർത്ഥം. നസർ രഖ്ന, നിഗരാനി കർണ, പുലിസ് സദൈവ് ശത്രു ചോരോം പർ അപ്നി നസർ രഖ്തി ഹെ, നിരീക്ഷിക്കുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലേ, കണ്ണു വയ്ക്കുക, അല്ലെങ്കിൽ കണ്ണു നോക്കിയിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തില്. ജാൻ ബക്ഷാന ഹത്യ ന കർണ, കൊല്ലാതെ വിടുക, എന്താ നമ്മള് പിന്നെ വെറുതെ വിടുക എന്നൊക്കെ പറയാറുണ്ട്. അച്ഛ വ്യവഹാർ കെ കാരൻ ജജിനെ കൈദിക്ക് ജാൻ ബക്ഷാദി, ജഡ്ജി അവനെ വെറുതെ വിട്ടു, കൊല്ലാതെ വിട്ടു എന്നുള്ള അർത്ഥം. ഓക്കെ. നെക്സ്റ്റ് ദ ലാസ്റ്റ് പാർട്ട് സഞ്ജയനിലെ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5-10 मुहावरे. ओके. देखिए, अपना अपना मोर्चा संभालना. ओके. अपनी जिम्मेदारी निभाना. ओके. संकट के समय सभी सैनिकों ने अपना अपना മോർച്ച സംഭാൽ ലിയ ഹെ, അതായത് സ്വന്തം അവരവരുടെ കാര്യങ്ങൾ, അതായത് മറ്റുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് എന്താ കൈ വെച്ച് സഹായിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. ആസ്മാൻ സെ സമീൻ പർ ഗിർന, ഉച്ച സ്ഥിതി സെ നിമ്ന സ്ഥിതി പർ ആന, അതായത് പെട്ടെന്ന് ഉയർന്നതിൽ നിന്ന് താഴെ വീഴുക. ഓക്കെ. പിന്നെ വ്യാപാർ മേ ഘാട്ട ഹോനെ കെ കാരൻ വഹ് ആസ്മാൻ സെ സമീൻ പർ ഗിർ ഗയ, അതായത് നമ്മൾ വലിയൊരു നിലയിൽ നിന്നും താഴത്തേക്ക് വീഴുന്ന ഒരു സ്ഥിതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഓക്കെ. ഖുൽക്കർ ബാത്തേം കർണ, ബിനാ സങ്കോച് കെ ബാത്ത് കർണ, അതായത് തുറന്ന് സംസാരിക്കുക. ഓക്കെ. സ്പീക്ക് ഫ്രാങ്ക്ലി, ഓപ്പൺലി. ഹമേ അപ്നെ മിത്രോं के साथ हमेशा
खुलकर बातें करनी चाहिए. हमें अपने माता पिताओं के साथ हमेशा खुलकर बातें करनी चाहिए. ओके. चंबद हो जाना मतलब भाग जाना, टू रन अवे, ഓടി രക്ഷപ്പെടുക. ഓക്കെ, അവിടെ നിന്ന് മുങ്ങുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, എസ്കേപ്പ് ആവുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. സെയിം കണ്ടീഷൻ. പുലീസ് കോ ആത്തെ തേക്ക് ചോർ കീമത്തി സാമാൻ ലേക്കർ ചമ്പത് ഹോഗെ, അവിടെ നിന്നും എസ്കേപ്പ് ആയി, മുങ്ങി എന്നുള്ള അർത്ഥം. ജി ജാൻ സെ ജുഡ് ജാന. സോ ജി ജാൻ സെ ജുഡ് ജാന मतलब ഖൂബ് മെഹനത്ത് കർണ, ഫുൾ എഫേർട്ട്, അതായത് നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ. बोर्ड परीक्षा में प्रथम आने के लिए राहुल जी जान से जुड़ गया, कठिन मेहनत करना. ओके. जितने मुंह उतनी बातें होना, कई तरह की बातें करना, അതായത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി ഓരോരോ കാര്യങ്ങൾ പറയുക, ഓരോരുത്തരും ഓരോന്ന് പറയാ, നമ്മൾ പറയാറുണ്ട്, പലരും പലത് പറയാറുണ്ട് എന്ന് പറയാറുണ്ട്, അതേപോലെ. ओके. उस दुर्घटना के बारे में जितने मुंह उतनी बातें हो रही है. तो दुर्घटना के बारे में सभी लोग अलग अलग बातें करते हैं. सो इसके बदले हम कहते हैं जितने मुंह उतनी बातें हो रही है. ഓക്കെ. തിത്തർ ബിത്തർ ഹോന, ബിഗർ ജാന, മുകളിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഒരു വേർഡാണിതും. തിത്തർ ബിത്തർ ഹോന, ബിഗർ ജാന. ഓക്കെ. ലാठी चार्ज होते ही भीड़ तितर बितर हो गए, ചിതറി ചിന്നി ചിതറി പോയി. ഓക്കെ. ദെൻ തൂ തൂ മേ ഹോന मतलब झगड़ा होना, അടിപിടി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. പിന്നെ जरा सी बात पर दोनों पड़ोसियों के बीच तू तू मैं हो गई, പടോസികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം, അതായത് തൂ തൂ മേ, അതായത് നീയും ഞാൻ എന്നുള്ളൊരു വാക്കായി മാറി. മീൻസ് ദേ ബിക്കം झगड़ा, ടു ഹാവ് എന്താ झगड़ा करना, that means fight होना. ഓക്കെ. നമുക്ക് മിർച്ച് ലഗാന, ബടാ ചടാക്കർ കാന, നമ്മൾ എന്താ പറയാറ്, ഓരോരോ കാര്യം എന്താ GST അടിച്ചിട്ട് പിന്നെ ടാക്സ് കൂട്ടി പറയുന്നതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ഓക്കെ. എന്തെങ്കിലും കൂടുതലാക്കി ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്യുന്ന. റീനാക്കെ ഹർ ബാത്ത് നമുക്ക് മിർച്ച് ലഗാക്കർ ബതാനയ്ക്ക് ആദത് ഹെ. ഓക്കെ. അതിനെ കൂട്ടി പറയുന്ന, കലർത്തി പറയുക, കൂടുതലായിട്ട് സംസാരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ. ഓക്കെ. ബാത്തേം ബനാന, ബഹാനെ ബനാന, എക്സ്ക്യൂസസ്. ഓക്കെ. बच्चे कक्षा में सदा बातें बनाते ही रहते हैं. ओके. जब काम करने की बारी आई तो वह बातें बनाने लगती है. കുട്ടികൾ എക്സ്ക്യൂസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബാത്തേം ബനാന. അർത്ഥം होता है ബഹാനെ ബനാന. ഓക്കെ. രംഗ് ചടാന, അസർ ഹോന, ഓൾറെഡി പറഞ്ഞ നമ്മൾ എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യുക, മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്നുള്ള ഒരർത്ഥം. उस पर अपने नए दोस्तों की संगति का रंग चढ़ने लगा. नए नए दोस्तों पर आने से നമ്മൾ പറയാം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, പിന്നെ ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു തരം, അതായത് ഏതിനോടാണോ നമ്മൾ സാമ്യം നിൽക്കുന്നത് ഉസ്ക രംഗ് ചടാത്തെ ഹെ, അതിനായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളത്. ഓക്കെ. മോഹന ഖോൽന, കുച്ച് ന ബതാന. മോഹ് ന ഖോൽന, ഒന്നും മിണ്ടാണ്ടിരിക്കുക, നമ്മൾ പിന്നെ വിത്തൗട്ട് ടോക്കിംഗ്, അപ്പൊ കീപ് സൈലന്റ്. ഓക്കെ. അപ്പം ബഹുത്ത് പൂച്ചിനെ പർ ബി രാഹുലിനെ പിതാക്കെ സാമനെ അപ്ന മുഹ് നഹി ഖോല, എത്ര ചോദിച്ചിട്ടും അവൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ. അവന്റെ വാ തുറന്നില്ല നമ്മൾ പറയാറുണ്ട്. സെയിം കണ്ടീഷൻ. ഓക്കെ. ഖാൽ ഖീഞ്ചിന, കടീസ സാധന, ശാരീരിക ദണ്ഡന, പണിഷ് കൊടുക്കുന്ന. പുരാന സമയം മഹാരാജ ഗദ്ദാറോ കി ഗാൽ ഖീഞ്ച് ലിയ കർത്തേ थे, വളരെയധികം എന്താ ക്രൂവലായിട്ട് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ഹർഫൻ മൈല ഹോന, ഹർ വിദ്യമേ കുശൽ, നമ്മൾ എന്താ സകലകലാവല്ലഭൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, എല്ലാ കാര്യത്തിലും നല്ല പ്രാഗൽഭ്യം ഉള്ളവൻ. ഓക്കെ. വഹ് പടായി ഔർ ഖേൽ ദോനോ മേ മാഹിർ ഹെ, വഹ് തോ അസലി ഹർഫൻ മൗല ഹെ. ഓക്കെ. ഹർഫൻ മൗല, ഒറ്റ വേർഡ്. നമ്മൾ ഏതാ രണ്ടാമത്തെ ലെസണിൽ പഠിച്ച ഒരു കാര്യമായിരുന്നു അത്, ഹർഫൻ മൗല. ചമത്കാർ സ ലഗ്ന, അനോഖ ലഗ്ന, ജാദുക്കെ സമാൻ ഹോന എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട് തോന്നുക, മാജിക് ആയിട്ട് തോന്നുക എന്നൊക്കെ. ഓക്കെ. ഉസ് ലായിലാജ് ബീമാരി സെ ഉസ്കാ ടീക്ക് ഹോ ജാന സബ്സെ ഏക് ചമത്കാർ സ ലഗ, അതൊരു മാജിക് ആയിട്ട്, ഒരു പിന്നെ മിറാക്കിൾ ആയിട്ട് തോന്നി എന്നുള്ളൊരു അർത്ഥം. ജപ്പഡ് പഠന മതലബ് ചീൻ ലേന, തട്ടിപ്പറിച്ചെടുക്കുക. ഓക്കെ. അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്ന് പറയല്ലേ. ജയ്സെ ഹി ദാനെ ഡാലെ ഗയെ സാരെ കബൂത്തർ ഉൻ പർ ചപ്പട് പടെ, അതിൽ ചാടി വീണു, അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. चेहरा मुरझाना, बहुत दुखी होना, बिकम वेरी सैड. परीक्षा में कम अंक आने की खबर सुनते ही उसका चेहरा मुरझा रह गया, इज बिकम वेरी
sad, disappointed. Okay, उत्तेजित होना मतलब क्रोधित होना. उत्तेजित എന്താണ് അവനെ പെട്ടെന്ന് അതുമായിട്ട് उत्तेजित क्रोधित होना. ओके, छोटी छोटी बातों पर उत्तेजित होना स्वास्थ्य के लिए अच्छा नहीं है. നമ്മൾ ടെമ്പർ ചേഞ്ച് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാവുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂടാവുന്നത് നല്ല കാര്യം അല്ല. ഓക്കെ, പാപ്പട് ബോൽന ലാസ്റ്റ് ലെസണിലെ ഒരു വാക്കുകളാണ് പാപ്പട് ബോൽന. ഓക്കെ, സർക്കാരി നോക്കരി പാനെ കെ ലിയെ ഉസേ കൈ സാലോം തക്ക് പാപ്പട് ബെൽന പട. അതായത് എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ എലോട്ട്, വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. ഓക്കെ, പാപ്പട് ബെൽന പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ദെൻ ദിൽ दिल महसूस कर रह जाना. दिल महसूस कर रह जाना अर्थ होता है अपनी पसंद की महंगी साइकिल न खरीद पाने के कारण वह दिल महसूस कर रह गया. അതായത് he couldn't complete his work, അല്ലെ, അവനെ കൊണ്ടത് സാധിച്ചില്ല എന്ന് പറയാറുണ്ട്. ഇനി ജശ്ൻ മനാന, ടു സെലിബ്രേറ്റ്, ജശ്ൻ മനാന. ഭാരതീയ ടീം കെ വേൾഡ് കപ്പ് ജീതനെ पर पूरे देश ने जमकर जश्न मनाया. ഓക്കെ, വളരെ പിന്നെ എന്താ നമ്മള് അതിമറന്നിട്ട് ആഘോഷിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഗുസ്സ പി ജാന, പിന്നെ ഗുസ്സ പി ജാന മീൻസ് ടു ബിക്കം വെരി ആങ്കർ. ഓക്കെ, बड़ों के सामने तमीज बनाने के लिए वह अपमान का गुस्सा पी रहा था. പിന്നെ he couldn't, ഓക്കെ, ഗുസ്സ പി ജാന. ഓക്കെ, ഗുസ്സ എന്ന് പറയുമ്പോൾ ഓൾറെഡി വി നോ ദാറ്റ് ഈസ് ആംഗ്രി. സോ ടു കൺട്രോൾ ആങ്കർ, കൺട്രോൾ ചെയ്യുക, അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫ്രം ദ ലെസൺസ്. I hope I included almost all the muhavara there in it. So please listen again and again and try to recall the muhavara for your examination. Okay, thank you. Best of luck.